മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മോഹിനി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള പലഹാരം വളരെയധികം സ്വാദോട് കൂടിയിട്ട് മഹാലക്ഷ്മിയും ലേഖയും അനന്തവും കണ്ണനും കഴിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മോഹിനിയുടെ മനസ്സ് നിറയണം. ഈ സമയം മഹാലക്ഷ്മി ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അവിടെ ഇപ്പോ അവര് ആ പലഹാരം കഴിച്ചു കാണുമോ അമ്മയെന്ന്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കുന്ന പലഹാരങ്ങളും ഫുഡും അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്, എന്നെ കുറ്റപ്പെടുത്തുമെന്നല്ലേ ഉള്ളൂ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രതാപനും മുത്തശ്ശിയും ആ പലഹാരങ്ങളൊക്കെ തന്നെ ആർത്തിയോടെ തിന്നുകയും അങ്ങനെ ബാത്റൂമിലേക്ക് പോയി ക്ഷീണിച്ച് അവശയായിട്ട് നിൽക്കുന്നതാണ്. എന്തായാലും അവരാണെങ്കിൽ ഒട്ടും വയ്യാത്തൊരു അവസ്ഥയിലാണ്. ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോലും ആരുമില്ല. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും പുറത്തേക്കൊക്കെ ഒന്ന് പോയി കറങ്ങണമെന്ന് പറയുന്നുണ്ട്. ഈ സമയം ലേഖയും അനന്തവും പറയണം, അതെ പോകുന്നൊക്കെ ശരി, ശത്രുക്കൾ ചുറ്റിലുണ്ട്, നോക്കി വേണം പോവാനായിട്ടെന്ന് പറയുമ്പോൾ അനന്ത് പറയാണ്, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ തമ്മിൽ ഇപ്പോ രണ്ട് ഭാഗത്തല്ലേ, അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഔട്ടിങ്ങൊക്കെ നല്ലതായിരിക്കും, മഹാലക്ഷ്മിക്കും കുഞ്ഞിനും അത് സന്തോഷമുള്ളൊരു കാര്യം കൂടി ആയിരിക്കും എന്ന് പറഞ്ഞ് അവരെ വിട്ടയക്കണം. എന്തായാലും താൻ പോകുന്നത് മറ്റൊരു മേക്ക് ഓവറിലാണെന്നും പെട്ടെന്നൊന്നും എന്നെ കണ്ടാൽ ആരും തിരിച്ചറിയില്ല എന്നും കണ്ണൻ പറയുന്നു. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും ചേർന്ന് റൂമിലേക്ക് പോകുന്നുണ്ട്. റെഡി ആയിട്ട് വരുന്ന അവരെ കാണുമ്പോൾ തന്നെ മൂന്നാളും ഷോക്കാവുകയാണ്. ലേഖയ്ക്കും അനന്തുവിനും മോഹിനിക്കും പെട്ടെന്ന് കണ്ണനെ കണ്ടുകൊണ്ട് മനസ്സിലാവുന്നില്ല. കാരണം അവന്റെ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റം വരുത്തി കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് കണ്ണന്റെ ഒരു ലുക്ക് തന്നെ അങ്ങ് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഈ സമയം ലേഖയും അനന്തവും പറയുന്നുണ്ട്, ഇപ്പൊ കണ്ട കണ്ണേട്ടനെ ശത്രുക്കൾ ആരും തന്നെ തിരിച്ചറിയില്ല, പിന്നൊന്ന് സൂക്ഷിച്ചു നോക്കണം, എങ്കിൽ മാത്രമേ അറിയാൻ കഴിയൂ. എന്തായാലും രണ്ടുപേരും ചേർന്ന് കറങ്ങി തിരിഞ്ഞ് വേഗം ഇങ്ങോട്ട് എത്തിക്കൊള്ളണേ. പിന്നെ മഹി ഫുഡിന്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കണം, അറിയാലോ, കറക്റ്റ് ടൈമിൽ തന്നെ ഓരോന്ന് കഴിച്ചിരിക്കണം, സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്ത് പോകണമെന്നൊക്കെ പറഞ്ഞ് ലേഖയും അനന്തവും മോഹിനിയും ചേർന്ന് അവരെ അവിടെ നിന്നും യാത്രയായിക്കണം. പിന്നീട് മോഹിനിയും തിരിച്ച് കരുണാലയത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ മേഘനാഥനെ എല്ലാം ഓക്കെ ആയിട്ട് ഒന്ന് ചെറുതായിട്ട് എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ സാഗറിനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് ആ ആശ്രമത്തിന് ചുറ്റും. പെട്ടെന്നാണ് സാഗറിനെ അവന്റെ കണ്ണിന്റെ മുന്നിൽ കാണുന്നത്. വേഗം തന്നെ മേഘനാഥൻ അവനരികിലേക്ക് ചീറിപ്പാഞ്ഞു വരുന്നുണ്ട്. എടാ, നീ എന്താ കരുതിയത്? നീയും നിന്റെ മാർക്കോയൊക്കെ വിചാരിച്ച എന്നെ അങ്ങ് കടത്തിക്കളയാമെന്ന് കരുതിയോ? ഇപ്പോഴേ കണ്ണൻ എന്റെ കൂടെയാണ്, അതുകൊണ്ടേ എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി നിന്നെ ഞാൻ ഈ ഒരു ആരോഗ്യത്തിൽ തന്നെ തല്ലി ചതയ്ക്കോടാ. ഇനി നിങ്ങൾക്കാർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ കണ്ണൻ സാറ് നിന്റെ കൂടെയാണെങ്കിൽ കൂടിയും മാർക്കോ അവൻ എപ്പോഴും സത്യത്തിന്റെ പാതയിലേ നടക്കുകയുള്ളൂ. ഞങ്ങളെ കൊല്ലാൻ നോക്കിയതിനല്ലേ നിന്നിപ്പോ ഇങ്ങനെ ശിക്ഷിച്ചിരിക്കുന്നത്. ഇനിയെങ്കിലും നല്ല രീതിക്ക് ജീവിക്കാൻ നോക്കുന്നൊക്കെ പറയുമ്പോൾ എന്റെ സ്വന്തം ഭാര്യ തട്ടിക്കൊണ്ടുപോയിട്ട് നീ എന്നോട് കടന്ന് ചലയ്ക്കുന്നോ നിന്നെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് സാഗറിനെ കൈവയ്ക്കാനായിട്ട് മേഘനാഥൻ പോവുകയാണ്. ഈ സമയം അവിടേക്ക് തോമസ് സാർ വരുന്നുണ്ട്. ഹലോ മേഘൻ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ കയറി ഗുണ്ടായിസൊന്നും പറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ശത്രുതയോ പൊതുവായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അത് പുറത്ത് തീർത്താൽ മതി. ഇവിടെ അതിനുള്ള സ്ഥലമല്ല. ഇത് ഒരുപാട് രോഗികളും മറ്റും ആളുകളും വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ മാന്യമായിട്ടേ പെരുമാറാൻ പറ്റൂ, അല്ലെങ്കിൽ മേഘനാഥൻ ഇവിടെ നിന്നും പോകാം എന്നൊക്കെ പറയുമ്പോൾ മേഘനാഥൻ സാഗറിനോട് പറയുന്നുണ്ട്, തൽക്കാലം നീ രക്ഷപ്പെട്ടടാ, പക്ഷെ പുറത്തുനിന്ന് നിന്നെ ഞാൻ പിടിക്കും. ഇനി മേഘന്റെ നാളുകളാണ്. എല്ലാം കൊണ്ടും പറ്റില്ല എന്ന് കരുതിയ കാര്യമാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ആ കണ്ണനെയും മഹാലക്ഷ്മിയെയും പിടിക്കുക എന്നത്. അതുകൊണ്ട് നിങ്ങളെയൊക്കെ പുഷ്പം പോലെ ശരിയാക്കാൻ എന്നെ കൊണ്ട് പറ്റുകൂടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേഘനാഥനാണെങ്കിൽ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ തോമസ് സാർ പറയുന്നുണ്ട്, അവന്റെ സ്വഭാവം അറിയാലോ, അതുകൊണ്ട് തന്നെ താൻ അധികമൊന്നും അവന്റെ കൺമുന്നിൽ ചെന്ന് പെടാൻ നിൽക്കണ്ട എന്നൊക്കെ സാഗറിനോട് പറയുന്നു. പിന്നീട് തിരികെ കരുണാലയത്തിലേക്ക് എത്തുന്ന മോഹിനി ആവട്ടെ കാണുന്ന കാഴ്ച അവശ നിലയിൽ ബോധം കെട്ടിക്കിടക്കുന്ന മുത്തശ്ശിയെയും പ്രതാപനെയുമാണ്. മോഹിനിക്ക് ഉറപ്പാവുന്നുണ്ട് അവർ ഈ ഒരു പലഹാരം കഴിച്ചു എന്നും അതുവഴി വിഷം അകത്തു ചെന്നിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് ഇങ്ങനെ ബോധം കെട്ടിക്കിടക്കുന്നതെന്ന്. പെട്ടെന്ന് തന്നെ അവരാണെങ്കിൽ രണ്ടുപേരെയും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്നിട്ട് കരുണയെ വിളിച്ച് വിവരം പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ കരുണയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. അവള് ദുർഗയോട് പറയുകയാണ്, ഇതെന്താ അമ്മേ ഇങ്ങനെ സംഭവിക്കുന്നത്? അച്ഛനും മുത്തശ്ശിയും ഇപ്പോ ഹോസ്പിറ്റലിലാണ്, പിന്നെയും ആ പലഹാരം മാറിപ്പോയോ? എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് കൊണ്ടാണ്. പക്ഷെ അവൾക്ക് പലഹാരം കൊടുക്കാനായിട്ട് എന്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീ അവിടെ നിന്നും പോയിരുന്നു. അച്ഛനും മുത്തശ്ശിയെയും ഒരുപാട് നേരം വൈകിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്നാലും അവളുടെ രോമത്തിൽ പോലും തൊടാനൊന്നും നമുക്ക് കഴിയുന്നില്ലല്ലോ, ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണെന്ന് ദുർഗയും പറയുന്നു. മോള് വിഷമിക്കാതെ ഇരിക്കെ, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നും അച്ഛനും മുത്തശ്ശിക്കും ഒന്നും സംഭവിക്കില്ല എന്നും കരുണയെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. എന്തായാലും ഈ സമയം അവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ എത്തി കാണുന്ന കാഴ്ച പ്രതാപനും മുത്തശ്ശിയും ആകെ ICUലൊക്കെ ആയിട്ട് ജീവന് വേണ്ടി ഇങ്ങനെ പോരാടുന്നതാണ്. അങ്ങനെ കരുണ വേഗം തന്നെ മോഹിനിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ചേർത്തിരുന്നോ ആ പലഹാരത്തിൽ എന്നൊക്കെ. ഇത് കേട്ടും
മോഹിനി പറയുകയാണ്, നീ എൻ്റെ മോളാണ്, പക്ഷേ എനിക്ക് നിന്നോട് ഇതുവരെയും ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നീയും നിന്റെ മുത്തശ്ശിയും നിന്റെ അച്ഛനും കൂടി ചെയ്തു കൂട്ടുന്നത് ഒട്ടും ശരിയായിട്ടുള്ള പ്രവൃത്തിയല്ല. അവനവന്റെ പ്രവൃത്തിക്ക് ഫലമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവനവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും എല്ലാവരും പഠിക്കുന്നത് നല്ലതായിരിക്കും. മറ്റുള്ളവരെ കൊല്ലാനും തല്ലാനും നടക്കുമ്പോൾ സ്വന്തമായിട്ട് അനുഭവിക്കേണ്ടി വരുമ്പോൾ ആ വേദന എങ്ങനെയുണ്ടെന്ന് സ്വയം അനുഭവിച്ചറിയുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ മോഹിനി പറയുമ്പോൾ, നിങ്ങളെ ഞാനുണ്ടല്ലോ, എൻ്റെ അമ്മയായി പോയി, എൻ്റെ അച്ഛനെയും മുത്തശ്ശിയെയും ഈ നിലയിൽ കിടത്തിയത് നിങ്ങളാണ്, നിങ്ങളുടെ പലഹാരം കഴിച്ചുകൊണ്ടാണ്, സത്യം പറയാൻ അതിൽ വിഷം തീർത്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതെ, ബോധം വരുന്ന സമയത്ത് അച്ഛനോടും മുത്തശ്ശിയോടും ചോദിച്ചാൽ മതി എന്നിങ്ങനെ മോഹിനി പറയുന്നു. എന്തായാലും എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും മഹാലക്ഷ്മിയെ തൊടാൻ പോലും കഴിയില്ല. അങ്ങനെ തൊടുകയാണെങ്കിൽ തിരിച്ചടിയായിട്ട് അത് ആരാണോ കെണി വെക്കുന്നത് അവർക്ക് തന്നെ കിട്ടുമെന്നും. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.